മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ അതിനു വേണ്ടി നമ്മൾ തന്നെ പ്രവർത്തിക്കും. സാഹചര്യങ്ങൾ, അന്തരീക്ഷത്തിൽ നിന്ന് അഥവാ മറ്റ് വ്യക്തികളിൽ നിന്ന്, ആളുകളിൽ നിന്ന് എന്തൊക്കെ നമുക്ക് ഒരുങ്ങി വരേണ്ടതുണ്ടോ അതൊക്കെ ഒരുങ്ങാനുള്ളതായിരിക്കുന്ന പ്രകമ്പനങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ പോകും. എല്ലാ കാര്യവും അതൊരു ഓട്ടോമാറ്റിക് പ്രോസസ്സ് പോലെ നടക്കാൻ തുടങ്ങും. പക്ഷേ ഉപബോധ മനസ്സിൻ്റെ ഉള്ളിലേക്ക് സന്ദേശം എത്തിക്കുക എന്നത് അത് വളരെയധികം റിസ്കി ആയിരിക്കുന്നൊരു ഫാക്ടറാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബോധ മനസ്സ് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ഉപബോധ മനസ്സിനോട് പറയാൻ നോക്കിയാൽ ഉടനെ ബോധ മനസ്സ് ചെക്ക് ചെയ്യാൻ വേണ്ടി വരും. ഇത് വേണോ വേണ്ടേ എന്ന് ചോദിക്കാൻ വേണ്ടി വരും. നമ്മുടെ അടുത്ത് പറയാൻ തുടങ്ങും. നിങ്ങൾ അഥവാ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾ അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവരൂ പറഞ്ഞാൽ നമ്മുടെ ബോധ മനസ്സിൽ എനിക്കിപ്പോൾ അത് ചെയ്യാൻ വയ്യ എന്നൊരു തോന്നലോട് കൂടിയിട്ടാണ് നിങ്ങൾ അവിടേക്ക് പോയതെങ്കിൽ അവിടെ പോയിട്ട് ആ സാധനം എടുക്കാൻ വേണ്ടി നിങ്ങൾ എത്ര നോക്കിയാലും ആ സാധനം നിങ്ങൾക്ക് കിട്ടുകയില്ല. കാരണം അത് കിട്ടാതിരിക്കുന്നതിലാണ് നിങ്ങളുടെ വിജയം നിങ്ങൾ കാണുന്നത്. അതുപോലെ ഉദാഹരണം പറഞ്ഞ ഒരാൾ നിങ്ങളോട് പറയുകയാണ് നോൺവെജ് ആഹാരം നിങ്ങൾ കഴിക്കണം. ഞാൻ നോൺവെജ് ആഹാരം കഴിക്കാത്ത ആളായതുകൊണ്ട് ഒരാൾ എൻ്റെ അടുത്ത് നോൺവെജ് ആഹാരം കഴിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ ബോധ മനസ്സ് ഉടനെ എന്നോട് പറയും അത് ശരിയാവില്ല, എനിക്ക് നോൺവെജ് ആഹാരം ഞാൻ കഴിക്കില്ലെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തിട്ടുള്ള കാര്യമാണ്, അതെനിക്ക് ചേരുന്നതല്ല, അതുകൊണ്ട് ചെയ്യണ്ട എന്ന് നമ്മുടെ ബോധ മനസ്സ് നമ്മളോട് പറയും. അതായത് ബോധ മനസ്സ് എന്തൊരു ഇൻഫോർമേഷൻ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് കൊടുക്കാൻ നോക്കിയാലും അതൊരു ഫിൽറ്ററിനെ പോലെ പ്രവർത്തിച്ച് വേണ്ടതിനെ മാത്രം, അതിന് ശരി എന്ന് തോന്നുന്ന കാര്യത്തെ മാത്രമേ അത് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് കൊടുക്കുള്ളൂ. അതുകൊണ്ട് അഥവാ നമുക്ക് ഉപബോധ മനസ്സിനെ കൊണ്ട് എന്തെങ്കിലും കാര്യം ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ബോധ മനസ്സിനെ ബൈപ്പാസ് ചെയ്ത് ചാടാനുള്ളൊരു ടെക്നിക്ക് നമ്മൾ പഠിക്കണം, അല്ലെങ്കിൽ ബോധ മനസ്സിനെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. ഉദാഹരണം പറഞ്ഞു നോക്കൂ, കണ്ണടയ്ക്കാൻ പറഞ്ഞാൽ ബോധ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അത് കണ്ണടയ്ക്കണ്ട എന്ന് ആവശ്യമുള്ളതായിരിക്കുന്ന ഒരു മെസ്സേജും അതിൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് കണ്ണടയ്ക്കാൻ പറഞ്ഞാൽ ഈസിലി നമ്മൾ കണ്ണടയ്ക്കുന്നു. അതേസമയം നമ്മളൊരു കൂട്ടത്തിലാണ് സംസാരിച്ചു കൊണ്ടിരിക്കുക എന്ന് വിചാരിക്കൂ. ഒരാൾ നമ്മളോട് പറയുകയാണ്, ഒന്ന് നിങ്ങളുടെ ഒരു ഭായിയാന്ന് വിചാരിക്കും, ഒന്ന് ഷർട്ട് ഊരി ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ എല്ലാവരും മുന്നിൽ വെച്ചു ഷർട്ട് ഊരി ഡാൻസ് കളിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ബോധ മനസ്സ് പറയും ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ അത്തരത്തിൽ പെരുമാറുന്നത് ശരിയല്ല എന്ന്. ഒരു 90% ആളുകൾക്കും അതിനൊരു മടിയും ഒക്കെ ഉണ്ടാവും. എന്തുകൊണ്ടാണ്? ബോധ മനസ്സ് പറയുക ആളുടെ ഇടയിൽ വെച്ച് ഷർട്ട് ഊരി ഡാൻസ് കളിക്കേ അത് ശരിയാവില്ല എന്ന് പറയും. അതേസമയം ഒരു ഫേമസ് ഫിലിം സ്റ്റാർ ആണ്, അദ്ദേഹം അങ്ങനെ ഡാൻസ് കളിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിനോട് പറയുകയാണ്, ഒന്ന് നിങ്ങൾ ഈ ഗ്രൂപ്പിൽ ഇപ്പം എല്ലാവർക്കും മോട്ടിവേറ്റ് ചെയ്യണം, ഒന്ന് ഷർട്ട് ഊരി ഡാൻസ് കളിച്ചെന്ന് പറഞ്ഞാൽ അവർ ഈസി ആയിട്ട് ഷർട്ട് ഊരാനും ഡാൻസ് കളിക്കാനും ഒക്കെ റെഡിയായി മാറും. എന്തുകൊണ്ടാണ്? അവരുടെ ബോധ മനസ്സിൽ അത് ശരിയാണ് എന്ന് അവർ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ ബോധ മനസ്സിൽ അത് ശരിയല്ല എന്നുള്ള കാര്യം മനസ്സ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് ഒരു കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ബോധ മനസ്സിൻ്റെ ചെക്കിങ്ങിൽ ബോധ മനസ്സിന് അത് ശരി എന്ന് മനസ്സിലാക്കിച്ചു കൊടുത്താൽ മാത്രമാണ് ആ മെസ്സേജിന് ഉപബോധ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടാൻ അത് സമ്മതിക്കുള്ളൂ. അതുകൊണ്ട് ഉപബോധ മനസ്സിലേക്ക് ഒരു മെസ്സേജിനെ കടത്തിവിടണം എന്നുണ്ടെങ്കിൽ പർപ്പസ്ഫുള്ളി ഒന്നുകിൽ നമ്മുടെ ബോധ മനസ്സിന് നമുക്ക് മറികടന്ന് ചാടിക്കടന്ന് ചെയ്യുന്ന ഒരു സിസ്റ്റം, നമ്മൾ മെത്തേഡ് സ്വന്തമാക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ബോധ മനസ്സിനെ മനസ്സിലാക്കിച്ചുകൊണ്ട് മുന്നേറാനുള്ളതായിരിക്കുന്ന ഒരു വിധി നമ്മൾ പഠിക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ രോഗിയായിട്ടുള്ള ഒരാൾ രോഗം മാറാൻ വേണ്ടിക്കൊണ്ട് ഞാൻ സമ്പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന് പറയുമ്പോൾ ബോധ മനസ്സ് നമ്മളോട് തിരിച്ചു ചോദിക്കും, എന്നിട്ടാണോ ഇന്ന് രാവിലെ കൂടെ ഇത്രയും ഗുളിക കഴിച്ചത് എന്ന് ബോധ മനസ്സ് നമ്മളോട് ചോദ്യം ചോദിക്കും. ഉപബോധ മനസ്സിലേക്ക് ഒരു കാര്യത്തെ മനസ്സിലാക്കിച്ചു കൊടുക്കാൻ വേണ്ടിക്കൊണ്ട് നമ്മുടെ ബോധ മനസ്സിനെ ലോജിക്കലി ആ കാര്യത്തെ മനസ്സിലാക്കിക്കത്തക്ക രീതിയിലുള്ള ഒരു സ്റ്റഡി അല്ലെങ്കിൽ ലേണിംഗ് ഇതാണ് നമുക്ക് ഏറ്റവും ആവശ്യം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബോധ മനസ്സ് കാര്യങ്ങളെ മനസ്സിലാക്കി വെച്ചത് അതിൻ്റെ അനുഭവങ്ങളുടെ ആധാരത്തിലും അഥവാ അത് വായിച്ചറിഞ്ഞതിൻ്റെ ആധാരത്തിലുമാണ്. അത് ഈ സമയത്ത് അതിൻ്റെതായിട്ടുള്ള ശരിയും തെറ്റും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അത് തെറ്റ് എന്ന് ബോധ്യപ്പെട്ട ഒരു കാര്യത്തിനെ ഒരിക്കലും ഉപബോധ മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ ഏത് ഫീൽഡാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത്, ഏതാണോ നമ്മൾ ആഗ്രഹിക്കുന്ന ഡ്രീം ഉള്ളത്, ആ ഫീൽഡിൽ സക്സസ്ഫുൾ ആയിരിക്കുന്ന വിജയികളായിരിക്കുന്ന ആളുകളുടെ ലൈഫ് ഹിസ്റ്ററി, അവരുടെ ആക്ടിവിറ്റീസ്, അവരെഴുതിയ ബുക്കുകൾ, ആ കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ബോധ മനസ്സ് ഉൾക്കൊള്ളും. ഓക്കെ, ഇവർക്കൊക്കെ ഇത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ എന്നാൽ എനിക്കും ചെയ്യാൻ സാധിക്കുമല്ലോ, ഇവർക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് സാധിക്കില്ല?
എന്ന് നമ്മുടെ ബോധ മനസ്സ് പതുക്കെ 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 അതിനെ സ്വീകരിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ലേണിംഗ് എന്ന് പറയുന്ന സാധനം, പഠനം എന്ന് പറയുന്ന ഒരു സാധനം ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കും എന്ന് പറയാൻ തന്നെ കാരണം. അത്രയും താല്പര്യത്തോടു കൂടി നമ്മൾ വായിക്കുകയും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്ന എല്ലാ ഇൻഫോർമേഷൻസും അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിൽറ്ററായി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അപ്പം നമ്മൾ തിരഞ്ഞെടുത്തതായിരിക്കുന്ന ഫീൽഡിൽ വിജയികളായിരിക്കുന്ന ആളുകളുടെ ജീവിതം അഥവാ അനുഭവങ്ങൾ, അവരെഴുതിയിട്ടുള്ള അവരുടേതായിട്ടുള്ള എക്സ്പീരിയൻസുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ലോജിക് മൈൻഡ് അഥവാ ബോധ മനസ്സ് അതെല്ലാം ശരിയാണ് എന്ന് സ്വീകരിക്കുന്നൊരവസ്ഥ വരും. ഇങ്ങനെ ലോജിക്കലി നമ്മുടെ മനസ്സിനെ തന്നെ മനസ്സിലാക്കിച്ചു കൊടുത്തുകൊണ്ട് ഉപബോധ മനസ്സിലേക്ക് അതിന് അനുബന്ധമായിരിക്കുന്ന സങ്കല്പങ്ങൾ നമുക്ക് കടത്തിവിടാൻ എന്ന് പറയുന്നത് എളുപ്പമായിട്ടുള്ള കാര്യമാണ്. ഇതാണ് ലോജിക് മെത്തേഡ് എന്ന് പറയുന്നത്. മറ്റൊന്ന് റിപ്പീറ്റിഷൻ മെത്തേഡ്. അപ്പോൾ നമുക്കൊരു ചുമരുമേ ഒരു ഓട്ട തുളയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒറ്റ കൊട്ടുകൊണ്ട് അവിടെ ഓട്ട വരാറില്ല. പലതവണ നമ്മൾ അവിടെ കൊട്ടി എത്ര മണ്ണുണ്ടോ അത് പുറത്ത് കളഞ്ഞ് എത്ര വലുപ്പത്തിലുള്ള ഹോൾ വേണോ അത് സൈസ് ചെയ്ത് അങ്ങനെയാണ് ഒരു ചുമരിലൊരു ഓട്ടം നമ്മൾ തുളച്ചെടുക്കുന്നത്. അഥവാ അന്ന് ഡ്രില്ലിങ് മെഷീനാന്ന് തന്നെ വിചാരിച്ചോളൂ. എത്രയോ തവണ അതിങ്ങനെ കറങ്ങിയിട്ടാണ് ആ ഹോൾ ഉണ്ടാക്കിക്കൊണ്ട് കടന്നു പോകുന്നത്. അതുപോലെ നമ്മുടെ ബോധ മനസ്സിൻ്റെ ഉള്ളിൽ നിരന്തരമായിരിക്കുന്ന ഒരു കാര്യത്തെ പറഞ്ഞ് ബോധ മനസ്സിൻ്റെ ഉള്ളിലൂടെ അകത്തേക്ക് കടന്നു പോകത്തക്ക രീതിയിൽ അഥവാ ബോധ മനസ്സിനെ മാറ്റി നിർത്തി കൊണ്ട് കടന്നു പോകത്തക്ക രീതിയിലുള്ള ശക്തമായ രീതിയിൽ ഒരു കാര്യം നമ്മുടെ മനസ്സ് ഉൾക്കൊള്ളുന്ന സമയത്തും അത് ഉപബോധ മനസ്സിലേക്ക് ആ സങ്കല്പത്തിനെ പറഞ്ഞയക്കും. ഇവിടെയാണ് അഫർമേഷൻസ് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്നത്. അതും അഫർമേഷൻ ഏറ്റവും പവർഫുള്ളായിട്ട് നമുക്ക് ചെയ്യാനുള്ള സമയം ഒന്ന് രാത്രി ഉറങ്ങും മുന്നുള്ള സമയവും മറ്റൊന്ന് പ്രഭാതത്തിൽ ഉണർന്ന സമയവും അഥവാ മെഡിറ്റേഷന് ശേഷമുള്ള സമയം. ഈ 3 സമയങ്ങളിലായിട്ട് മനസ്സ് വളരെ കാമായിരിക്കുന്ന സമയം, നമ്മുടെ ഉപബോധ മനസ്സ് ആക്റ്റീവ് ആവുകയും ബോധ മനസ്സ് അതിൻ്റെ പ്രവർത്തനം പുനരാരംഭിക്കുകയും ചെയ്യുന്നതിന് മുന്നുള്ള സമയങ്ങളിൽ അഥവാ അതിനെ ശാന്തമാക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഏത് ഇൻഫോർമേഷൻ കൊടുത്താലും അത് വളരെ എളുപ്പത്തിൽ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ടാണ് ഏർലി മോർണിംഗ് ഉണർന്നുകൊണ്ട് അഫർമേഷൻ റെഗുലറായി ചെയ്യണം എന്ന് പറയുന്നത്. 21 ദിവസം കൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് അതിന് പ്രഭാവം ഉണ്ടാക്കാൻ കഴിയുമെങ്കിലും പലരും ചോദിക്കാറുണ്ട്, ഞാൻ 21 ദിവസം ചെയ്തു, ഇനി അതിനെ ഞാൻ വിടുകയാണോ വേണ്ടത്, ഇനി ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണോ വേണ്ടത്, എന്താ വേണ്ടത് എന്ന് പലരും പല ക്വസ്റ്റ്യൻസിലായിട്ട് കമൻസിലായിട്ടും അത് വോയിസ് മെസ്സേജ് ആയിട്ടും ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും ഒക്കെ അയക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഉത്തരം പറഞ്ഞു തരാൻ വിചാരിച്ചു. ഒരു കാര്യം നേടിയെടുക്കണം എന്ന ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യം നേടും വരെ അത് കൊട്ടിക്കൊണ്ടേയിരിക്കണം. കഴിഞ്ഞ ദിവസം വളരെ സന്തോഷമുള്ളതായിരിക്കുന്ന ഒരു മെസ്സേജ് എൻ്റെ അടുത്തേക്ക് വന്നു. ഒരു കുട്ടി എനിക്ക് ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു അമ്മയാണ്, അവർക്ക് ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്കൊരു വീട് സ്വന്തമാക്കണം എന്ന ആഗ്രഹത്തോടു കൂടി ലോ ഓഫ് അട്രാക്ഷൻ യൂസ് ചെയ്തു. അവർ ബുക്കോളം അതിൻ്റെ സ്ക്രിപ്റ്റിങ്ങും അതിലെഴുതുന്ന കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഒരു ബുക്ക് എഴുതി തീരാനായി ഡെയിലി അത് ചെയ്തുകൊണ്ടേയിരുന്നു. ഈശ്വരനെ അവർ കത്തെഴുതിക്കൊണ്ടേയിരുന്നു. ആ കത്തെഴുതുന്നതിലൊക്കെ തന്നെ അവർ ഈ കാര്യത്തെ മെൻഷൻ ചെയ്തുകൊണ്ട് നിരന്തരം ആ ടെക്നിക്ക് ഉപയോഗിച്ച് എഴുതിക്കൊണ്ടേയിരുന്നു. ഇന്ന് ഏത് രീതിയിലാണോ തൻ്റെ സ്വപ്നം അവർ ആഗ്രഹിച്ചത് ആ രീതിയിലുള്ള സ്വപ്നം സഫലമായിക്കൊണ്ട് സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് ഫോൺ ചെയ്തു. നോക്കണം അവിടെ ലോ ഓഫ് അട്രാക്ഷൻ പ്രവർത്തിക്കുന്നത്. നോർമലി അൺനോൺ നമ്പേഴ്സ് ഒന്നും ഞാൻ ഫോൺ എടുക്കാറില്ല. പക്ഷെ അറിയാതെ ആ കോൾ വന്നപ്പോൾ ഞാൻ കോൾ അമർത്തിപ്പോയത് കൊണ്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ആ ഹാപ്പി ന്യൂസ് തരാൻ വേണ്ടി കൊണ്ട് ആ കുട്ടി ഫോൺ ചെയ്തതായിരുന്നു. ഇതും അവിടെ എനർജിയുടെ പ്രവർത്തനം നോക്കണം. അപ്പം കൃത്യമായിക്കൊണ്ട് എപ്പോഴാണോ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആ കാര്യം എനിക്ക് വേണം എന്ന അത്രയും ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനൊരു ടൈം ബൗണ്ട് നിശ്ചയിക്കാതെ നിരന്തരമായി കൊണ്ട് നിങ്ങൾ എഴുതിക്കൊണ്ടേയിരിക്കൂ. ഇതിനു മുന്നും ഒരു മാതാജി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, മൗണ്ട് അബൂല് വരാൻ വേണ്ടി അവർ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. അവരുടെ വീട്ടുകാരും തന്നെ അവരെ അതിന് പറഞ്ഞയക്കാൻ തയ്യാറുമായിരുന്നില്ല. അവരെല്ലാ ദിവസവും ഈശ്വരന് കത്തെഴുതുന്ന സമയത്ത് ഇത് പറഞ്ഞുകൊണ്ട് കത്തെഴുതിക്കൊണ്ടേയിരുന്നു. അവർക്ക് മൗണ്ട് അബൂലേക്ക് ഞങ്ങൾ ഗ്രൂപ്പ് യാത്ര പുറപ്പെടുന്നതിന് 2 ദിവസം മുന്നേ അവരെ ഫാമിലി നീ പോയിട്ട് സന്തോഷിച്ചു വാ എന്ന് പറഞ്ഞുകൊണ്ട് പെർമിഷൻ കൊടുത്തു. അപ്പോൾ ഇത്ര അട്ടി കത്തും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈശ്വരന്. കണ്ട, ഇത്രയും കത്ത് ഞാൻ ബാബയ്ക്ക് എഴുതി, അപ്പോൾ ബാബ എൻ്റെ ആഗ്രഹം പൂർത്തീകരിച്ചു തന്നു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന ദൃശ്യം ഞാൻ ഓർത്തു പോകും. അത്തരത്തിൽ ഒരു കാര്യം നമ്മുടെ ലൈഫിൻ്റെ ഉള്ളിൽ ഒരു ഹോള് ഉണ്ടാക്കി ഉപബോധ മനസ്സിനുള്ളിലേക്ക് ഒരു മെസ്സേജ് കൊടുത്ത് അതിനെ കൊണ്ട് പ്രവർത്തിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ
എത്ര ദിവസം, എത്ര സമയം, ഒരാഴ്ചയാണോ 2 ആഴ്ചയാണോ 21 ദിവസമാണോ എന്ന് ചോദിക്കാതെ ആ ലക്ഷ്യം നേടിയെടുക്കും വരെ നിരന്തരമായിട്ട് കൊട്ടല് അഥവാ റിപ്പീറ്റേഷൻ ചെയ്തുകൊണ്ടേയിരിക്കൂ. ആ മെത്തേഡിലൂടെയും നമുക്ക് നമ്മുടെ ബോധ മനസ്സിനെ പൂർണ്ണമാക്കി മാറ്റിവെച്ച് ഉപബോധ മനസ്സിലേക്ക് ആ മെസ്സേജ് കൊടുത്ത് അതിനെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. പിന്നെ മൂന്നാമത്തെ ഒരു മെത്തേഡ് ഇമോഷണൽ ഫോഴ്സ് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നിങ്ങളെ ഒരാൾ വളരെ വേദനിക്കുന്ന രീതിയിൽ കുറച്ച് വാക്കുകളൂടെ ചീത്ത പറഞ്ഞുവെങ്കിൽ നിങ്ങൾക്കത് ഒത്തിരി വിഷമായി വല്ലാണ്ട് അപമാനം ഫീൽ ചെയ്തുവെങ്കിൽ അത്തരം സന്ദർഭത്തിലുള്ള കാര്യത്തിന് പോയിട്ട് മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിക്കൊണ്ട് ഒരു ആവർത്തനത്തിൻ്റെ ആവശ്യമില്ല. അതങ്ങ് അവിടെ പോയിട്ട് റെക്കോർഡ് ആവുന്നുണ്ട്. അത് വിട്ടേക്ക്, അത് പോട്ടെ, അത് മറക്ക്, എന്തൊക്കെ വാക്കുകൾ നിങ്ങളെ പറഞ്ഞ് സമാശ്വസിപ്പിക്കാൻ നോക്കുമ്പോഴും എന്നാലും 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 എന്ന് പറഞ്ഞുകൊണ്ട് അത് വീണ്ടും 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 ഓർമ്മ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അത് ഇമോഷണലി ചാർജ് ആയതുകൊണ്ടാണ്. അതുകൊണ്ട് ഇമോഷണൽ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ബോധ മനസ്സിനെ മാറ്റിവെച്ച് ഉപബോധ മനസ്സിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കും. നമ്മൾ കാണാറുണ്ട് ഇമോഷണലി വീക്കായിട്ട് അരുതാത്ത കാര്യം ഇമോഷണലി ഇലക്ട്രിക്കലി ചാർജായി മാറുമ്പോൾ ഒരിക്കലും അരുതാത്ത കാര്യങ്ങൾ പലരും ചെയ്തു പോകും നമ്മൾ അറിയാറുണ്ട്. എന്തുകൊണ്ടാണ്? ഇമോഷണൽ ഫോഴ്സ്. അത് നെഗറ്റീവ്ലി മനുഷ്യന്മാർ ഉപയോഗിക്കുന്നെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് അതിനെ പോസിറ്റീവ്ലി ഉപയോഗിച്ചുകൂടാ? അതിനെ ഹാപ്പിനെസ്സിൻ്റെ മാക്സിമം ഉള്ള സാധനം അതും ഇമോഷൻ തന്നെയാണ്, പോസിറ്റീവ് ഇമോഷനാണ്. അതുകൊണ്ട് ഏതാണോ നമ്മുടെ ഡ്രീം, ആ ഡ്രീം നമ്മൾ നേടിയെടുത്തു എന്നതായിട്ടുള്ള സന്തോഷത്തോട് കൂടിക്കൊണ്ട് ആ നേടിയെടുത്ത കാര്യത്തെ കിട്ടിയെന്ന് വിചാരിച്ചുകൊണ്ട് സന്തോഷത്തോടെ നിങ്ങൾ ഡാൻസ് കളിച്ചു നോക്കും. 100% വിശ്വസിക്കുക, യെസ് ഇറ്റ് ഹാപ്പൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ തുള്ളിച്ചാടി ഡാൻസ് കളിച്ച് ആനന്ദിക്കുക. ആ ഇമോഷൻ നമ്മുടെ മനസ്സിനുള്ളിലേക്ക് കയറിപ്പോവും. അണ്ടർലൈൻ ചെയ്യുകയാണ് പൂർണ്ണ വിശ്വാസത്തോട് കൂടിയിട്ട്. എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടിക്കൊണ്ട് ഞാൻ കളിക്കണമെന്ന് വിചാരിക്കരുത്. അത് നടന്നതായിട്ട് അഫർമേഷൻ ചെയ്ത് അത് ഫീൽ ചെയ്ത് ആ ഹാപ്പിനെസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ അത്തരം ഒരു കർമ്മം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഇമോഷൻ ബോധ മനസ്സിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഉപബോധ മനസ്സിനുള്ളിലേക്ക് കടന്നു വരും. പിന്നെ അടുത്ത മെത്തേഡാണ് ഹിപ്നോസിസ് എന്ന് പറയുന്നത്. അതായത് ചില വാക്കുകൾ, ചിലർ നമ്മുടെ അടുത്തൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്ക് അങ്ങ് ഉള്ളിൽ കയറിപ്പോയിട്ട് അതെന്നെ പ്രതിധ്വനിച്ചുകൊണ്ടിരിക്കുക. ചിലർ പറയും എന്നെ ശപിച്ചു, അവർ ശപിച്ചു, ഇവർ ശപിച്ചു, അവർ ഈ വാക്ക് പറഞ്ഞു, അതെനിക്ക് എപ്പോഴും എൻ്റെ ചെവിയിൽ കേട്ടുകൊണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞാൽ ആ ശപിച്ചു അല്ലെങ്കിൽ നെഗറ്റീവ് വാക്ക് പറഞ്ഞ ആൾ അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ പവർഫുൾ ആയിട്ടുള്ളൊരു ഹിപ്നോസിസ് നിങ്ങളുടെ മൈൻഡിലേക്ക് ചെയ്തതാണ് ഒരു വാക്കുകൊണ്ട്. പോസിറ്റീവ്ലി ഒരു ബ്ലെസ്സിങ് കൊടുക്കുമ്പോൾ നീ ഇങ്ങനെയായി ഭവിക്കട്ടെ. ചില വ്യക്തികളുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് നമുക്ക് കിട്ടുമ്പോൾ ആ വാക്ക് എന്തൊരവസ്ഥ വന്നാലും എനിക്ക് ജയിക്കുന്ന ഉറപ്പ് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ രീതിയിലൊക്കെ ചില വാക്കുകൾ നമ്മുടെ അടുത്തേക്ക് വരാറില്ലേ? അത് വാസ്തവത്തിൽ നടക്കുന്ന ആക്ഷൻ എന്താണ് അവിടെ? ആ വാക്കുകളുടെ ശക്തി അവരുടെ ബോധ മനസ്സിനെ മാറ്റിവെച്ച് ബോധ മനസ്സിനെ ഉറക്കിക്കളഞ്ഞുകൊണ്ട് ഉപബോധ മനസ്സിനുള്ളിലേക്ക് ഡയറക്റ്റ് ഇഞ്ചക്ട് ചെയ്യപ്പെടുകയാണ്. അത് സത്യമായിക്കൊണ്ട് അവരുടെ ലൈഫിൽ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. ഇതുപോലെ നമുക്ക് നമ്മളോടും പറയാം ഐ നോ ദാറ്റ്. ഇപ്പോൾ ഒരാൾ എൻ്റെ മുന്നിൽ വന്നിരിക്കുകയാണ്, അവർക്കൊരു കാര്യം ചെയ്യാനായിട്ട് കുറച്ച് മടിയൊക്കെ ഉണ്ടാവും. എന്നിരുന്നാലും ഞാൻ പറയാം എനിക്കറിയാം തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യണം എന്നുള്ള ഇത്ര ആഗ്രഹത്തോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഐ നോ ദാറ്റ് എന്നുള്ള വാക്കുണ്ടല്ലോ, അവരുടെ ബോധ മനസ്സിനോട് പറയും എനിക്ക് ചെയ്യാൻ കുറച്ച് മടിയൊക്കെ ഉണ്ട്, അത് പറയണ്ട എനിക്ക് ചെയ്യണം എന്ന് ഉപബോധ മനസ്സിന് സങ്കല്പിക്കും. ഇത് മറ്റൊരാളോട് പറയുന്നതിന് പകരം സ്വയം അവനവനോട് പറയും എനിക്കറിയാം ഈ കാര്യം എനിക്ക് ചെയ്യാൻ സാധിക്കും, എനിക്കറിയാം ഈ കാര്യം എനിക്ക് പഠിക്കാൻ സാധിക്കും, എനിക്കറിയാം ഈ വണ്ടി എനിക്ക് ഓടിപ്പിക്കാൻ സാധിക്കും. ഈ രീതിയിൽ നമ്മൾ പറയുമ്പോൾ ഐ നോ ദാറ്റ് എന്നുള്ളതായിട്ടുള്ള ആ വാക്കുണ്ടല്ലോ, അത് ആക്ച്വലി നമ്മുടെ ബോധ മനസ്സിനോട് പറയും നീ മാർനിക്ക്, എന്നെ കൊണ്ടത് പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ഉപബോധ മനസ്സിലേക്ക് അത് ഇഞ്ചക്ട് ചെയ്യാനും അത് സെൽഫ് ഹിപ്നോസിസിന് ഉപയോഗിക്കുന്ന ഒരു വാക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം. യെസ് ഐ ക്യാൻ ഡു ഇറ്റ്, ഐ നോ ദാറ്റ്, ഇങ്ങനെയുള്ളതായിരിക്കുന്നത് എന്നെ കൊണ്ട് പറ്റും, ഞാനത് ചെയ്യും, എനിക്കറിയാം എനിക്ക് പറ്റുമെന്ന് ഇങ്ങനെയുള്ള കുറച്ച് പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഏത് കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നോ ആ കാര്യത്തെ നിങ്ങൾ സ്വയം അവനവനെ തന്നെ കേൾക്കുന്ന രീതിയിൽ കേട്ടോ, നമ്മുടെ ശബ്ദം നമ്മൾ തന്നെ കേൾക്കുന്ന രീതിയിൽ പറയും. അല്ലെങ്കിൽ അത്രയും പവർഫുൾ ആയിട്ടുള്ള വിസ്പറിങ് എന്ന് പറഞ്ഞാൽ ദ മോസ്റ്റ് പവർഫുൾ കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണ്. പക്ഷെ ഞാൻ മന്ത്രിക്കുന്നത് ഞാൻ കേൾക്കണം. ആ രീതിയിൽ മന്ത്രിക്കുന്ന പോലെ പറഞ്ഞാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ വോയിസിനെ നമുക്ക് റെക്കോർഡ് ചെയ്ത് വെച്ചുകൊണ്ട് ഐ നോ ദാറ്റ് യു ക്യാൻ ഡു ഇറ്റ് എന്ന് സ്വയം നമ്മളോട് വേറൊരാൾ നമ്മളോട് പറയുന്ന പോലെ പറയുക. ഇവിടെയാണ് ഞാൻ മുന്നൊരു ചെയർ ടെക്നിക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ ഏത് ഫീലിംഗ് മാറ്റാൻ വേണ്ടി നമ്മൾ തന്നെ ഒരു കസേരയിലിരുന്ന് നമ്മുടെ അടുത്ത് എല്ലാ
എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് കസേരയിൽ നിങ്ങൾ കയറി ഇരുന്നിട്ട് അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾ കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണത്. അപ്പം അതുകൊണ്ട് നമുക്ക് തന്നെ നമ്മുടെ ഹിപ്നോസിസ് ചെയ്യാം, അഥവാ നമ്മുടെ ബോധ മനസ്സിനെ ഉറക്കിക്കൊണ്ട് ഉപബോധ മനസ്സിലേക്ക് മെസ്സേജ് കൊടുത്ത് അതിനെ കൊണ്ട് നമുക്ക് പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കും. മറ്റൊന്ന് NLP മെത്തേഡ്. NLP മെത്തേഡ് തന്നെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം എന്ന് പറയും. എന്ന് വെച്ചാൽ അർത്ഥം നമ്മുടെ മനസ്സിൽ വിഷ്വൽസിനെ കാണിച്ചുകൊണ്ട് നമ്മൾ ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ ഒരു മെത്തേഡിൽ ഞാൻ വീഡിയോസിൽ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള മെത്തേഡാണിത്. ഒന്നുകൂടെ ആവർത്തിക്കുന്നു എന്ന് മാത്രം, അതുകൊണ്ട് അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് വേണ്ടതായിരിക്കുന്ന ഡ്രീം അത് അച്ചീവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളിട്ടതായിട്ടുള്ള ഡ്രസ്സ്, ആ സമയത്ത് നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, ആ സമയത്ത് ആരൊക്കെ എൻ്റെ കൂടെയുണ്ട്, ഞാൻ എങ്ങനെയൊക്കെ അതിനെ എൻജോയ് ചെയ്യുന്നു, എന്താണ് അത് എന്നുള്ള കാര്യത്തിനൊരു മൂവി പോലെ കാണുക. ആ മൂവീനെ പല തവണ നമ്മൾ ആവർത്തിച്ച് കണ്ടുകൊണ്ടേയിരിക്കുക. ആ സമയത്ത് ആരെങ്കിലും നമുക്കൊരു കോംപ്ലിമെന്റ് തരുന്നുണ്ടെങ്കിൽ ആ വേർഡ്സ് കേട്ടു നോക്കുക. അഥവാ ആരെങ്കിലും നമ്മുടെ കൂടെ നിന്നുകൊണ്ട് ആസ്വദിക്കാൻ അത് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യത്തെ കണ്ടു നോക്കുക. ആര് കൂടെയുണ്ട്, ഏത് ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരിക്കും, എന്തായിരിക്കും ആ സമയത്ത് എൻ്റെ ഇമോഷൻസ്, എങ്ങനെയായിരിക്കും എല്ലാവരും എന്നെ കാണുന്നത്, ആ ലെവലൊക്കെ തന്നെ ചിന്തിച്ചൊരു ആക്ച്വൽ മൂവി അതിനെക്കുറിച്ച് ക്രിയേറ്റ് ചെയ്ത് എഗെയിൻ ആൻഡ് എഗെയിൻ ആ സിനിമ നിങ്ങൾ എത്ര കാണുന്നുണ്ടോ അത് അതേപോലെ അകത്ത ലോകം പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. ഉദാഹരണം പറഞ്ഞാൽ, മുന്നിൽ കിടക്കുന്ന ഒരു കഷ്ണം കയറിനെ പാമ്പാണെന്ന് വിചാരിച്ചുവെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ അത് കയറാന്നുകൊണ്ട് പോയി പെരുമാറില്ല. അതിനെ പിടിതൊടാൻ വേണ്ടിക്കൊണ്ട് അനങ്ങാതെ കിടക്കുകയായിരിക്കും കയറായതുകൊണ്ട്. പക്ഷേ അത് പാമ്പാന്ന് വിചാരിച്ച് എവിടെന്നെങ്കിലും വടി കൊണ്ടുവന്നിട്ട് അതിനെ തോണ്ടിയിട്ട് നോക്കി പിന്നെ മനസ്സിലാകുമ്പോൾ നമ്മൾ ചിരിക്കുക, അയ്യോ ഈ കഷ്ണം കയറായിരുന്നു എന്ന് വിചാരിക്കുന്നത്. നോക്കൂ, കയറിനെ പാമ്പാണെന്ന് വിചാരിക്കുമ്പോൾ അതേ രീതിയിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു. നമ്മുടെ ബോഡി ലാംഗ്വേജും മനസ്സും ഭാവവും ഭാവനയൊക്കെ അതായി മാറുന്നു. അതേ രീതിയിൽ ഒരു കയറിനെ പാമ്പാണെന്ന് വിചാരിക്കും പോലെ എന്താണോ ദ റിയൽ നമ്മുടെ ലൈഫിൻ്റെ ഡ്രീം, ആ ഡ്രീമിൻ്റെ ഒരു മൂവി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ രീതിയിലേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ മാറും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പവർഫുൾ മെസ്സേജ് സെൻഡ് ചെയ്യാൻ നമുക്ക് പറ്റും. എന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ ഉപബോധ മനസ്സിനാകെ ഒറ്റ കാര്യം അറിയുള്ളൂ, ഒരു മെസ്സേജ് പവർഫുള്ളായിട്ട് അതിലേക്ക് ചെന്നെത്തിയെങ്കിൽ അതിന് വേണ്ടതായിട്ടുള്ള പ്രവർത്തനം അത് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് ഓട്ടോമാറ്റിക്കലി സക്സസ്സിലേക്ക് വരികയും ചെയ്യും. അതുകൊണ്ട് ഇതിലേതെങ്കിലും മെത്തേഡ്സ് നിങ്ങളുടെ ബ്ലോക്സ് ഇല്ലാതാക്കാൻ വേണ്ടിക്കൊണ്ട് ഏത് മെത്തേഡാണോ ഉപയോഗിക്കേണ്ടത് അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബോധ മനസ്സിൻ്റെ ആ ഒരു ബാരിയർ, ഒരു ഫിൽറ്ററിൽ നിങ്ങൾക്ക് കടത്തിവിടേണ്ട രീതിയിലുള്ള മെസ്സേജ് കടത്തിവിട്ട് ഉപബോധ മനസ്സിനെ ആക്ടിവേറ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ എല്ലാ സ്വപ്നങ്ങളും നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.